1.5 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് പ്രിൻസിപ്പലിനെ മാറ്റുന്ന കാര്യത്തിൽ രേഖാമൂലം ഉറപ്പുവേണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് മാനേജ്മെന്റ് വഴങ്ങിയത്. ലക്ഷ്മി നായരെ മാറ്റി യൂണിവേഴ്സിറ്റി മാനദണ്ഡങ്ങൾ അനുസരിച്ച് എല്ലാ യോഗ്യതകളുമുള്ള പുതിയ പ്രിൻസിപ്പാലിനെ നിയമിക്കാമെന്ന് മാനേജ്മെന്റ് വിദ്യാർത്ഥികളുമായി കരാർ ഒപ്പിട്ടു. 5 കൊല്ലമെന്ന കാലാവധി വെക്കാതെയാണ് കരാർ. നമുക്ക് അംഗീകരിച്ചു കിട്ടിയിരിക്കുന്ന ഈ രേഖയിലുള്ളത് പ്രിൻസിപ്പലിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ 5 വർഷം എന്ന് പറയുന്ന ക്ലോസ് ഇല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാവുന്നതാണ്. അവർ ഈ കോളേജിലേക്ക് ഇനി തിരിച്ചു വരില്ല എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സമരം പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പും സമരക്കാർക്ക് ലഭിച്ചു. പ്രതി പ്രശ്നത്തിൽ ഇടപെട്ട പോലെ അതിന്റെ വാചകം തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. വ്യതിചലിച്ചാൽ സർക്കാർ ഇടപെടും എന്ന് ആ കരാറിലുണ്ട്. കരാറില്ലെങ്കിലും സർക്കാർ ഇടപെടും. പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് മാനേജ്മെന്റ് പരസ്യം നൽകിയതും CPIയുടെ ഇടപെടലും സമരം ഒത്തുതീർക്കാൻ വഴിതെളിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും മന്ത്രി VS സുനിൽകുമാറുമാണ് വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി AISF നേതാക്കളെയും സമരരംഗത്തുള്ള വിദ്യാർത്ഥികളുടെ പ്രതിനിധികളെയും യമൻ സ്മാരകത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. ജാതീയ അധിക്ഷേപം വരെ നടത്തിയെന്ന ആരോപണമാണ് പ്രിൻസിപ്പലിനെതിരെ ഉയർന്നിരുന്നത്. പ്രിൻസിപ്പലിനെ മാറ്റണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തോട് മുഖം തിരിച്ചു നിന്ന മാനേജ്മെന്റിനെയും ഇടപെടാൻ മടിച്ചിരുന്ന സർക്കാരിനെയും ഒരു രേഖയിൽ ഒപ്പുവെപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ സമരത്തിന്റെ വിജയം. ജെ മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം.